സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി എം.വി. ഗോവിന്ദൻ. സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് മേധാവികൾ തമ്മിൽ നിയമയുദ്ധത്തിനൊരുങ്ങുന്നു. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കി പോലീസ്. എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. കാരുണ്യ സ്പർശനമായി നദാലെ ഫെസ്റ്റ്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതങ്ങൾ മനുഷ്യരെ വേർതിരിക്കുന്ന മതിലുകളല്ല, മറിച്ച് ഒരു ചരടിൽ മുത്തുകൾ എന്ന വണ്ണം മനുഷ്യരെ കോർത്തിണക്കേണ്ട മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണം. കേരളം ഇക്കാര്യത്തിൽ ലോകത്തിന് മുന്നിൽ എക്കാലവും ഒരു മാതൃകയാണ് എന്നും മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്ക് പുറത്ത് നിർത്താമെന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. യുദ്ധങ്ങളും വംശഹത്യകളും വർഗീയ കലാപങ്ങളും ലോകമെങ്ങും മനുഷ്യജീവനുകൾ എടുക്കുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനത്തിൻ്റെ പ്രസക്തി ഏറുകയാണ്. സ്വന്തം സുഖം അവരൻ്റെ ദുഃഖമായി മാറാതിരിക്കാനുള്ള കരുതലും കരുണയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി വിളങ്ങുന്ന യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൽ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ നമുക്കുയർത്തിപ്പിടിക്കാം. നാടിൻ്റെ ആകെ നന്മയ്ക്കും പുരോഗതിക്കുമായി വരും തലമുറയുടെ ഭാവിക്കായി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിക്കാം. പ്രത്യാശയും സന്തോഷവും ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെ. ഏവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പുതിയ ഗവർണർ ഭരണഘടനയ്ക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണ്. വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇടത് സർക്കാരിനോട് തെറ്റി സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഗവർണറുടെ വീരേതിഹാസമായി പലരും കാണുന്നത്. ഇത് അങ്ങേയറ്റം ജനവിരുദ്ധ സമീപനമാണ്. കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും നോക്കാതെ ഭരണഘടനാപരമായാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അതിനു പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു. നിയമസഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകാതിരിക്കുക, സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുക തുടങ്ങി ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് ഗവർണർ കൈക്കൊണ്ടത്. പുതിയ ഗവർണറെ നോമിനേറ്റ് ചെയ്യുന്നതും BJP-യാണ്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. എന്നാൽ ഒരു മുൻവിധിയോടെ ഒന്നും പറയുന്നില്ല. പുതിയ ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിച്ച് സർക്കാരുമായി ഒത്തുപോവുകയാണ് വേണ്ടതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് മേധാവികൾ തമ്മിൽ നിയമയുദ്ധത്തിനൊരുങ്ങുന്നു. സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് മേധാവികൾ തമ്മിൽ നിയമയുദ്ധത്തിനൊരുങ്ങുന്നു. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട PV അൻവർ MLA-യുടെ പരാതിയിൽ ADGP MR അജിത് കുമാർ നൽകിയ മൊഴിക്കെതിരെയാണ് ADGP വിജയൻ കോടതിയെ സമീപിക്കുന്നത്. ഇക്കാര്യത്തിൽ സമർപ്പിച്ച പരാതിയിൽ 2 മാസമായിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണിതെന്നാണ് സൂചന. ഇതിനായി സർക്കാരിന്റെ അനുമതി തേടും. ആരോപണങ്ങൾക്കു പിന്നാലെ അജിത് കുമാറിൽ നിന്ന് പോലീസ് മേധാവി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൽ വിജയന് ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് പറഞ്ഞതായി അജിത് കുമാർ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി അസത്യമാണെന്നും അതിനാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിജയൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. അദ്ദേഹം കത്ത് സർക്കാരിന് കൈമാറി. മൊഴി സുജിത് ദാസ് നേരത്തെ നിഷേധിച്ചിരുന്നു. തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്തെ വ്യവസായി മുജീബുമായി വിജയന് ബന്ധമുണ്ടെന്ന് അജിത് കുമാർ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു.
ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം പകർന്ന ക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനം. ആഘോഷങ്ങളുടെ വർണ്ണക്കാഴ്ചയുടെ തിരക്കിലാണ് എല്ലാവരും. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷാചരണത്തിനും ഇതോടെ തുടക്കമായി. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ക്രിസ്തുമസ് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ മുടക്കി പോലീസ്. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കി പോലീസ്. പള്ളി കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ല. കരോൾ പാടിയാൽ തൂക്കിയെടുത്ത് എറിയുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. ചാവക്കാട് പോലീസാണ് ഭീഷണിയുമായി എത്തിയത്. സീറോ മലബാർ സഭ അധ്യക്ഷന്മാർ റാഫേൽ തട്ടിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഭീഷണി മുഴക്കി പോലീസ് എത്തിയത്. പള്ളിവളപ്പിൽ കരോൾ ഗാനം മൈക്കിൽ പാടരുതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ചരിത്രത്തിലാദ്യമായാണ് പള്ളിയിൽ കരോൾ ഗാനം മുടങ്ങിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. കരോൾ മുടങ്ങിയതോടെ കമ്മിറ്റിക്കാർ സുരേഷ് ഗോപി MP-യെ കാര്യങ്ങൾ ധരിപ്പിച്ചു. SIക്ക് ഫോൺ കൊടുക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടെങ്കിലും SI സംസാരിക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. ശേഷം സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴും പോലീസ് കരോളിന് അനുമതി നൽകിയില്ല. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണ്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MT. കഴിഞ്ഞ 15-നാണ് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് MT-യെ ആശുപത്രിയിൽ എത്തിച്ചത്. ഹൃദയസ്പന്ദനം കൂടെ വന്നതോടെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തിലാണ് ഇപ്പോഴുള്ളത്. MT പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. MT-യുടെ സാഹിത്യ, സിനിമ, രാഷ്ട്രീയ മേഖലകളിലെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കാനായി ആശുപത്രിയിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരുന്നുകളോട് ഒട്ടും പ്രതികരിക്കാതിരുന്ന ശരീരം നേരിയ രീതിയിൽ പ്രതികരിച്ച് തുടങ്ങിയതായിരുന്നു. എന്നാൽ കാര്യമായ മാറ്റങ്ങളില്ല. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഓരോ മണിക്കൂറിലും ആരോഗ്യനില വിലയിരുത്തുന്നുണ്ട്. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. കാരുണ്യ സ്പർശനവുമായി വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച നഥാലെ ഫെസ്റ്റ് ചരിത്രം കുറിക്കുന്ന സംഭവമായി മാറി. കാരുണ്യ സ്പർശനമായി വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച നഥാലെ ഫെസ്റ്റ് ചരിത്രം കുറിക്കുന്ന സംഭവമായി മാറി. വടക്കാഞ്ചേരി പൗരാവലിയും വ്യാപാര സമൂഹവും സെന്റ് ഫ്രാൻസിസ് ഫൊറോന പള്ളിയും വിവിധ ദേശങ്ങളിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അണിനിരന്ന നഥാലെ ഘോഷയാത്ര കാണികൾക്ക് വേറിട്ടൊരനുഭവമായി. കിഡ്നി രോഗികൾക്കായി നൽകുന്ന സാമ്പത്തിക സഹായം കൂടെയുണ്ട് 2024 നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വിതരണം ചെയ്തു. അജിത് മല്ലയ്യ, EK കുമാരൻ എന്നിവർ ക്രിസ്തുമസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ കൗൺസിലർമാർ ചേർന്ന് ക്രിസ്തുമസ് കേക്ക് മുറിച്ചു. കൗൺസിലർമാരായ PN വൈശാഖ്, ജിജി സാംസൺ, സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പ്രസംഗിച്ചു. വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച നഥാലെ ഫെസ്റ്റിന്
ഫ്രാൻസിസ് കുരുതുകുളങ്ങര, ടിൻഡോ NK, ജോയി ചിറ്റിലപ്പിള്ളി, ജോൺസൺ പുത്തൂക്കര, ടോമി പുത്തൂക്കര, എഡ്വിൻ തൈക്കാടൻ, സി ജോയ് ചിരയങ്കണ്ടത്ത്, ബെൻസൺ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. പരിപാടി വൻ വിജയമാക്കിയ എല്ലാവർക്കും സംഘാടക സമിതിക്ക് വേണ്ടി ഫാദർ വർഗീസ് തരകൻ നന്ദി രേഖപ്പെടുത്തി. കേരള ഗവർണർക്ക് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കി ഉത്തരവിറങ്ങി. കേരള ഗവർണർക്ക് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കി ഉത്തരവിറങ്ങി. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറാകും. ഗോവയിൽ നിന്നുള്ള BJP നേതാവാണ് ആർലേക്കർ. സംസ്ഥാന സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റമെന്നതാണ് ശ്രദ്ധേയം. നേരത്തെ സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഗോവ നിയമസഭ മുൻ സ്പീക്കറായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നിലവിൽ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ച വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചെറുപ്പം മുതൽ RSS പ്രവർത്തകനായിരുന്നു ആർലേക്കർ. 1980-കളിൽ തന്നെ ഗോവ BJPയിൽ സജീവ സാന്നിധ്യമായിരുന്നു. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കടലാസ് രഹിത അസംബ്ലി എന്ന നേട്ടം ഗോവ മന്ത്രിസഭയ്ക്ക് നൽകിയത് ആർലേക്കറിന്റെ ഇടപെടലിലൂടെയായിരുന്നു. 2015-ൽ ഗോവ മന്ത്രിസഭ പുനഃസംഘടനയിൽ ആർലേക്കർ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണവും സംസ്ഥാന സമ്മേളനവും സംഘടിപ്പിച്ചു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണവും സംസ്ഥാന സമ്മേളനവും സംഘടിപ്പിച്ചു. പത്തനാപുരം ഗാന്ധിഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പത്രവാർത്തയിലൂടെയും അല്ലെങ്കിൽ വേറെ വിവരാവകാശപരമായി അന്വേഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള നിത്യേന നടക്കുന്ന ഉപഭോക്തൃ പ്രശ്നങ്ങൾ കാണുന്നതിനോ ഉപഭോക്തൃ അവകാശ ധ്വംസനങ്ങൾ പരിഹരിക്കുന്നതിനോ കാണുന്നതിനോ അതിനെതിരെ നടപടിയെടുക്കുന്നതിനോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രംഗത്ത് വരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പെരുകി വരുന്ന അനിശ്ചിത വ്യാപാരം, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ദിനംപ്രതി നമ്മൾ ചാനലിലൂടെയും ഒപ്പം തന്നെ പത്രങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ക്രിസ്തുമസ് കാലഘട്ടമാണ്, നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് പത്രം നിവർത്തി നോക്കിയാൽ ഒരുപാട് പരസ്യങ്ങൾ അതിൽ കാണാൻ കഴിയും. ഒരുപാട് വില കുറച്ച് കൊടുക്കുന്നു, പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. സാധനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. 2000 രൂപയില്ല സാധനം 2000 കട്ട് ചെയ്ത് 1000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് കച്ചവടക്കാർ പരസ്യം നൽകുന്നു. കെ നന്ദകുമാർ, അഡ്വക്കേറ്റ് വേണുഗോപാൽ, KA ഗോവിന്ദൻ, അമൽരാജ്, B രാധാമണിയമ്മ, ഉഷ രാമചന്ദ്രൻ, വാസുകുട്ടൻ, ജോർജ് തോമസ്, അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഇന്ന് 80 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 56,800 രൂപയായി. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഇന്ന് 80 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 56,800 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് കൂടിയത്. 7,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സംസ്ഥാനത്തെ വെള്ളിവില ഇന്ന് ഗ്രാമിന് 98.80 രൂപയും കിലോഗ്രാമിന് 98,800 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. പിന്നീട് വില കൂടിയും കുറഞ്ഞും നിന്നു. 11-ന് 58,280 രൂപയായി ഉയർന്ന സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തി. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. വിഷ്ണു സഹസ്രനാമ ജപങ്ങളാൽ നാളെ സത്രശാല ഭക്തിസാന്ദ്രമാകും. വിഷ്ണു സഹസ്രനാമ ജപങ്ങളാൽ നാളെ സത്രശാല ഭക്തിസാന്ദ്രമാകും. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവീ സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ ഇന്ദ്രഗർവിനു മുകളിൽ ഉണ്ണിവിരൽ ഉയർത്തിയ പർവ്വതകുട എന്ന വിഷയത്തിൽ വീരരാഘവർ, ഗോപികമാരുടെ വിരഹഗാനം എന്ന വിഷയത്തിൽ ഡോക്ടർ K ശ്രീരാമൻ, വിരഹം ശമിക്കാൻ വ്രജത്തിൽ ഉയർന്ന സംഘഗീതം എന്ന വിഷയത്തിൽ
കിഴക്കേടം മാധവൻ നമ്പൂതിരി, സ്വാമി ഭൂമാനന്ദ തീർത്ഥ, സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ എന്നിവർ വിവിധ വിഷയങ്ങളിലും പ്രഭാഷണം നടത്തി. വൈകിട്ട് ഭജന, നാമസങ്കീർത്തനം, കലാസഭ എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്തുമസ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി MV ഗോവിന്ദൻ. സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് മേധാവികൾ തമ്മിൽ നിയമയുദ്ധത്തിനൊരുങ്ങുന്നു. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കി പോലീസ്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. കാരുണ്യ സ്പർശനമായി നദാലെ ഫെസ്റ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.